നമുക്കിന്നൊരു കഥയായാലോ? സുമംഗലയുടെ അരിശ്ശേരി മാടപ്രാവ്. അരിശ്ശേരി മാടപ്രാവ് ആശാരിമുറ്റത്തെ പ്ലാവിൻ്റെ ഒരു പൊത്തിലാണ് താമസം. ആശാരിച്ചിയുമായി വലിയ സ്നേഹത്തിലുമാണ്. ഇടയുള്ളപ്പോഴൊക്കെ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞിരിക്കും. കഴിയുന്ന ഉപകാരങ്ങൾ അന്യോന്യം ചെയ്തു കൊടുക്കാറുമുണ്ട്. ആ പ്രത്യേകതയും ലോക്യവും വിചാരിച്ചാണ് മാടപ്രാവ് ആശാരിമുറ്റത്ത് തന്നെ മുട്ടയിട്ടത്. 5 മുട്ടയുണ്ടായിരുന്നു. പാമ്പും കാക്കയും പൂച്ചയും ഒന്നും തിന്നാതെ മുട്ട കാത്തു സൂക്ഷിക്കണമെന്ന് ആശാരിച്ചിയോട് പറഞ്ഞേൽപ്പിച്ച് മാടപ്രാവ് തിന്നാൻ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പുറത്തേക്ക് പറന്നു പോയി. ആശാരിച്ചിക്ക് മുട്ട കണ്ടപ്പോൾ കൊതിയടക്കാൻ കഴിഞ്ഞില്ല. ഇത്ര നല്ല മുട്ട പുഴുങ്ങി തിന്നുകയല്ലേ വേണ്ടത്? വിരിഞ്ഞു വലുതായി 4-5 പ്രാവുകൾ ഉണ്ടായാൽ ഉപദ്രവം സഹിക്കില്ല. മുറ്റവും കിണറ്റിലെ വെള്ളവും വീടിൻ്റെ മോന്തായവും ഒക്കെ വൃത്തികേടാക്കും. ഒരൊറ്റ പ്രാവായിട്ടു തന്നെ ചണ്ടിത്തം കലശലാണ്. ലോക്യം വിചാരിച്ച് ഒന്നും സമ്മതിച്ചുകൂടാ. നാളത്തെ കറി മുട്ടക്കറി തന്നെ. ആശാരിച്ച് പതുക്കെ മുട്ടയെടുത്ത് അടുക്കളയിലെ ഉറിയിൽ വെച്ചു. മാടപ്രാവ് മടങ്ങി വന്നു മുട്ട ചോദിച്ചു. ആശാരിച്ച് കേട്ടതായി നടിക്കാതെ ഓരോ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടു നടന്നു. മാടപ്രാവ് പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. പൊറുതിമുട്ടിയപ്പോൾ ആശാരിച്ച് തിരിഞ്ഞു നിന്ന്, തരില്ല, നിന്റെ മുട്ട അതെനിക്കു വേണം. നീ എന്തു ചെയ്യുമെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. ആശാരിച്ച് ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് മാടപ്രാവ് സ്വപ്നേപി വിചാരിച്ചിരുന്നതല്ല. ഏതായാലും മുട്ട കറിയാവും മുമ്പ് എങ്ങനെയെങ്കിലും മടക്കി വാങ്ങണം. അതിനെന്തു വഴി? അടുക്കള മുറ്റത്ത് ആശാരിച്ച് ഒരു വാഴ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ വാഴയൊന്നുമല്ല. ഒരു കുലയിൽ ആനക്കൊമ്പിൻ്റെ വലിപ്പത്തിലുള്ള 1000 കായുണ്ടാവുന്ന ഒരു തരം അപൂർവമായ വാഴയാണ്. ആശാരിച്ച് എവിടെ നിന്നോ കൊണ്ടുവന്ന് വളരെ അരുമയായി വളർത്തുന്നതാണ്. ആ വാഴ ഒടിച്ചു കളയുമെന്ന് പേടിപ്പിച്ചാൽ ആശാരിച്ച് മുട്ട മടക്കിത്തരുമെന്ന് മാടപ്രാവിന് തോന്നി. അവൾ ചെന്ന് കൊക്കും കാലും ഉപയോഗിച്ച് വാഴ കുത്തി മറിച്ചിടാൻ ശ്രമിച്ചു. പക്ഷേ മാടപ്രാവിനുണ്ടോ വാഴയൊടിക്കാൻ ശക്തി? വാഴ ഒന്ന് ചെരിഞ്ഞതുപോലുമില്ല. മാടപ്രാവ് ക്ഷീണിച്ചു. ആശാരിച്ചാണെങ്കിൽ നോക്കി നിന്ന് കൈകൊട്ടിച്ചിരിക്കുകയും. മാടപ്രാവ് വ്യസനത്തോടെ പുറത്തേക്ക് പറന്നുപോയി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഒരു കാട്ടിൽ ചെന്നിരിപ്പായി. അപ്പോൾ ആ വഴിക്ക് ഒരു പന്നി വന്നു. പന്നിയെ കണ്ടപ്പോൾ മാടപ്രാവ് പറഞ്ഞു, പന്നി പന്നി, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. നീ എനിക്ക് വേണ്ടി ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിട്ടു തരുമോ? പന്നി പുച്ഛഭാവത്തിൽ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ടവരുടെ മുറ്റത്തുള്ള വാഴ കുത്തിമറിച്ചിടുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിൽ പോ മാടപ്രാവേ. അവൻ മുരണ്ടുകൊണ്ട് നടന്നു. വില്ലും അമ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വേടൻ ആ വഴിക്ക് വന്നത് അപ്പോഴാണ്. വേടനെ കണ്ടപ്പോൾ മാടപ്രാവ് അപേക്ഷിച്ചു, വേടാ വേടാ, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് കറി വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിടാൻ കൂട്ടാക്കാത്ത പന്നിയെ നീ എനിക്ക് വേണ്ടി എയ്തു തരുമോ? വേടൻ പരിഹാസത്തോടെ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ട പന്നികളെയൊക്കെ എയ്യുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ. അവൻ മൂളിപ്പാട്ടും കൊണ്ട് നടന്നു. അപ്പോൾ ആ വഴിക്ക് ഒരു എലി വന്നു. എലിയെ കണ്ടപ്പോൾ മാടപ്രാവ് പറഞ്ഞു, എലി, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്തു വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല.
ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത വേടന്റെ അമ്പ് നീ എനിക്ക് വേണ്ടി കരണ്ടു തരുമോ? എലി പുച്ഛഭാവത്തിൽ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ടവരുടെയൊക്കെ അമ്പ് കളയുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ. അവൻ ചിലച്ചുകൊണ്ടു നടന്നു. അപ്പോഴാണ് ഒരു പൂച്ച ആ വഴിക്ക് വന്നത്. പൂച്ചയെ കണ്ടപ്പോൾ മാടപ്രാവ് അപേക്ഷിച്ചു. പൂച്ചേ പൂച്ച, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത, വേടന്റെ അമ്പു കരളാൻ കൂട്ടാക്കാത്ത എലിയെ നീ എനിക്ക് വേണ്ടി പിടിച്ചു തരുമോ? പൂച്ച പരിഹാസത്തോടെ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ട എലികളെയൊക്കെ പിടിക്കുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ. അവൻ മ്യാവൂ പറഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ ഒരു പട്ടി ആ വഴിക്ക് വന്നു. പട്ടിയെ കണ്ടപ്പോൾ മാടപ്രാവ് പറഞ്ഞു, പട്ടി, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത, വേടന്റെ അമ്പ് കരളാൻ കൂട്ടാക്കാത്ത, എലിയെ പിടിക്കാൻ കൂട്ടാക്കാത്ത പൂച്ചയെ നീ എനിക്ക് വേണ്ടി പിടിച്ചു തരുമോ? പട്ടി പുച്ഛഭാവത്തിൽ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ട പൂച്ചകളെയൊക്കെ പിടിക്കുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ. അവൻ കുരച്ചുകൊണ്ട് നടന്നു. മാടപ്രാവിന് നിരാശയായി. ഒരാളും അവൾ പറഞ്ഞത് കേൾക്കുന്നില്ല. അവൾ സങ്കടത്തോടെ പതുക്കെ കാട്ടിനകത്തേക്ക് പറന്നു. അപ്പോൾ വഴിയിൽ കൂടി ഒരു വടി ഉരുണ്ടുരുണ്ടു വരുന്നത് കണ്ടു. വടി കണ്ടപ്പോൾ അവൾ അപേക്ഷിച്ചു, വടി, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത, വേടന്റെ അമ്പ് കയറളാൻ കൂട്ടാക്കാത്ത, എലിയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പൂച്ചയെ പിടിക്കാൻ കൂട്ടാക്കാത്ത പട്ടിയെ നീ എനിക്ക് വേണ്ടി അടിച്ചു തരുമോ? വടി പരിഹാസത്തോടെ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ട പട്ടികളെയൊക്കെ അടിക്കുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ. അത് വളരെ വേഗത്തിൽ ഉരുണ്ടുപോയി. മാടപ്രാവ് പിന്നെയും പറന്നപ്പോൾ ഒരിടത്ത് ഉണങ്ങിയ ചുള്ളികളിൽ തീ പടർന്നു പിടിച്ചു കത്തുന്നത് കണ്ടു. തീ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, തീയേ, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത, വേടന്റെ അമ്പ് കരളാൻ കൂട്ടാക്കാത്ത, എലിയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പൂച്ചയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പട്ടിയെ അടിക്കാൻ കൂട്ടാക്കാത്ത വടിയെ നീ എനിക്ക് വേണ്ടി കത്തിച്ചു തരുമോ? തീ പുച്ഛഭാവത്തിൽ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ട വടികളൊക്കെ കത്തിക്കുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ. അത് ശബ്ദത്തോടെ ആളി കത്തി. മാടപ്രാവ് വീണ്ടും പറന്നു. കുറച്ചു ദൂരം പോയപ്പോൾ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി ഒരു അരുവി ഒഴുകുന്നത് കണ്ടു. അരുവി കണ്ടപ്പോൾ അവൾ അപേക്ഷിച്ചു, അരുവി, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തി മറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത, വേടന്റെ അമ്പു കരളാൻ കൂട്ടാക്കാത്ത, എലിയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പൂച്ചയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പട്ടിയെ അടിക്കാൻ കൂട്ടാക്കാത്ത, വടിയെ കത്തിച്ചു കളയാൻ കൂട്ടാക്കാത്ത തീനെ നീ എനിക്ക് വേണ്ടി കെടുത്തിത്തരുമോ? അരുവി പരിഹാസത്തോടെ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ട തീയൊക്കെ കെടുത്തുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ.
അത് ഗ്ലും ഗ്ലും എന്നൊഴുകിപ്പോയി. അപ്പോൾ ആ വഴിക്ക് വലിയൊരു കൊമ്പൻ ആന വന്നു. കൊമ്പും കുലുക്കി നടക്കുന്ന ആനയെ കണ്ടപ്പോൾ മാടപ്രാവ് പറഞ്ഞു, ആനെ ആനെ, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ചു. ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തി മറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത, വേടന്റെ അമ്പു കരളാൻ കൂട്ടാക്കാത്ത, എലിയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പൂച്ചയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പട്ടിയെ അടിക്കാൻ കൂട്ടാക്കാത്ത, വടിയെ കത്തിച്ചു കളയാൻ കൂട്ടാക്കാത്ത, തീയിനെ കെടുത്തിക്കളയാൻ കൂട്ടാക്കാത്ത അരുവിയെ നീ എനിക്ക് വേണ്ടി കുടിച്ചു വറ്റിച്ചു തരുമോ? ആന പുച്ഛഭാവത്തിൽ ചിരിച്ചു. പിന്നെ അല്ലേ, നീ പറയും പോലെ കണ്ട അരുവിയൊക്കെ കുടിച്ചു വറ്റിക്കുകയല്ലേ എനിക്ക് പണി. നീ നിന്റെ പാട്ടിന് പോ മാടപ്രാവേ. അവൻ ചിഹ്നം വിളിച്ചുകൊണ്ട് നടന്നുപോയി. ഒരാളും ഉണ്ടായില്ല മാടപ്രാവിനെ സഹായിക്കാൻ. അവൾ വ്യസനത്തോടെ തലകുമ്പിട്ടിരുന്നു കരഞ്ഞു തുടങ്ങി. മാടപ്രാവേ, നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് എന്തു വേണം? നിന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. ചെറിയൊരു ശബ്ദം കേട്ട് മാടപ്രാവ് തലപൊക്കി. ഒരു കട്ടുറുമ്പ് ദയോടെ നോക്കി നിൽക്കുന്നു. മാടപ്രാവ് അപേക്ഷിച്ചു, കട്ടുറുമ്പേ, ഞാൻ ആശാരിമുറ്റത്ത് 5 മുട്ടയിട്ടു. ആശാരിച്ച് അതെടുത്ത് അകത്ത് വെച്ച് ചോദിച്ചിട്ടും തരുന്നില്ല. ആശാരിമുറ്റത്ത് നിൽക്കുന്ന വാഴ കുത്തി മറിച്ചിടാൻ കൂട്ടാക്കാത്ത, പന്നിയെ എയ്യാൻ കൂട്ടാക്കാത്ത, വേടന്റെ അമ്പ് കരളാൻ കൂട്ടാക്കാത്ത, എലിയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പൂച്ചയെ പിടിക്കാൻ കൂട്ടാക്കാത്ത, പട്ടിയെ അടിക്കാൻ കൂട്ടാക്കാത്ത, വടിയെ കത്തിച്ചു കളയാൻ കൂട്ടാക്കാത്ത, തീയിനെ കെടുത്തിക്കളയാൻ കൂട്ടാക്കാത്ത, അരുവിയെ കുടിച്ചു വറ്റിക്കാൻ കൂട്ടാക്കാത്ത ആനയുടെ തുമ്പിക്കൈയിൽ നീ എനിക്ക് വേണ്ടി ഒന്ന് കടിക്കുമോ? അതിനെന്തു പ്രയാസം? കട്ടുറുമ്പ് പറഞ്ഞു. മാടപ്രാവും കട്ടുറുമ്പും കൂടി പുറപ്പെട്ടു. ആന ഒരിടത്തു നിന്ന് മുളങ്കൂമ്പുകൾ ഒടിച്ചു തിന്നുകയാണ്. കട്ടുറുമ്പ് ചെന്ന് ആനയെ പതുക്കെ ഒന്ന് കടിച്ചു. മര്യാദയ്ക്ക് പോയി അരുവി കുടിച്ചു വറ്റിച്ചോ എന്ന് ശാസിച്ചു. വെള്ളാരം കല്ലുകളെ തണുപ്പിച്ചുകൊണ്ട് അരുവി ഒഴുകുകയാണ്. ആന ചെന്ന് അരുവിയിൽ തുമ്പിക്കൈയിട്ട് ഒരു കൈ വെള്ളം കോരി കുടിച്ചു. മര്യാദയ്ക്ക് പോയി തീ കെടുത്തിക്കോ എന്ന് ശാസിച്ചു. തീ ഉണക്കിലകളെ ചാമ്പലാക്കിക്കൊണ്ട് കത്തുകയാണ്. അരുവി തീയിന്നു മീതെ കൂടെ പതുക്കെ ഒഴുകിക്കൊണ്ട് മര്യാദയ്ക്ക് പോയി വടി കത്തിച്ചോ എന്ന് ശാസിച്ചു. വടി മരത്തണലത്ത് കിടന്ന് വിശ്രമിക്കുകയാണ്. തീ പെട്ടെന്ന് ചെന്ന് അതിൻ്റെ തലക്ക് പിടികൂടി. മര്യാദയ്ക്ക് പോയി പട്ടി അടിച്ചോ എന്ന് ശാസിച്ചു. പട്ടി ചാരക്കുഴിയിൽ കിടന്നുറങ്ങുകയാണ്. വടി ചെന്ന് പട്ടിയുടെ തലക്ക് പതുക്കെ ഒന്നടിച്ച്. മര്യാദയ്ക്ക് പോയി പൂച്ചയെ പിടിച്ചോ എന്ന് ശാസിച്ചു. പൂച്ച അടുപ്പിൻ തിണ്ണമേൽ ചുരുണ്ടു കിടന്നു മയങ്ങുകയാണ്. പട്ടി ചെന്ന് പൂച്ചയെ പിടിച്ചു. മര്യാദയ്ക്ക് പോയി എലിയെ പിടിച്ചോ എന്ന് ശാസിച്ചു. എലി തട്ടൻ പുറത്ത് തുണി കരണ്ട് തിന്നുകയാണ്. പൂച്ച ചെന്ന് എലിയെ പിടിച്ച് മര്യാദയ്ക്ക് പോയി വേടന്റെ അമ്പ് കരണ്ടോ എന്ന് ശാസിച്ചു. വേടൻ അമ്പ് നിലത്ത് വെച്ച് വില്ല് തുടക്കുകയാണ്. എലി ചെന്ന് അമ്പിന്റെ ഒരു ഭാഗം കരണ്ട്. മര്യാദയ്ക്ക് പോയി പന്നിയെ എയ്തോ എന്ന് ശാസിച്ചു. പന്നി ചേറ്റുകുഴിയിൽ ആണ്ട് കിടക്കുകയാണ്. വേടൻ ചെന്ന് പന്നിയുടെ നേർക്ക് അമ്പ് കൊടുത്തു. മര്യാദയ്ക്ക് പോയി വാഴ കുത്തി മറിച്ചിട്ടു എന്ന് ശാസിച്ചു. ആശാരിച്ച് വാഴച്ചുവട്ടിലിരുന്ന് പാത്രം തേക്കുകയാണ്. പന്നി ചെന്ന് വാഴ കുത്തി മറിച്ചിട്ട്. മര്യാദയ്ക്ക് പോയി മാടപ്രാവിന്റെ മുട്ടയെടുത്തു കൊടുത്തോ എന്ന് ശാസിച്ചു. അയ്യോ, എൻ്റെ വാഴയൊക്കെ ഒടിച്ചുവല്ലോ എന്ന് നിലവിളിച്ചുകൊണ്ട് ആശാരിച്ച് വേഗം അകത്ത് കടന്ന് മുട്ടയെടുത്തു കൊണ്ടുവന്ന് മാടപ്രാവിന് കൊടുത്തു. മാടപ്രാവ് മുട്ടയും കൊണ്ട് കൂട്ടിലേക്കും ഞാൻ ഈ കഥയും കൊണ്ട് വീട്ടിലേക്കും മടങ്ങുക.